സുനിൽ സാറല്ലേ? അതെ അതെ, സുനിൽ മാത്യു. എന്റെ പേര് MI തോമസ് എന്ന കോലഞ്ചേരി. എനിക്ക് പേര് പറയുന്നതൊന്നും പേടിയൊന്നുമില്ല. എന്തിനാ പേടിക്കുന്നത്? അല്ല, ഇവിടെ പേര് പറയാതെ ഓരോരുത്തരൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അവർ പറയുന്നതൊക്കെ സത്യമാണ്. എങ്കിൽ പോലും ഒരു പേരൊന്നും വെളിപ്പെടുത്തുകയല്ല. എന്റെ പേര് വെളിപ്പെടുത്തുന്നൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ ഇതിനോടൊക്കെ യോജിപ്പുള്ള ആളല്ല. സാറ് പറയുന്ന കാര്യങ്ങളും അതിൻ്റെ അകത്തൊക്കെ 99% ഞാൻ അനുകൂലമാണ്. അതുകൊണ്ട് ഞാനൊന്ന് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുകയാ ചെയ്തത്. നമ്മുടെ KP കുര്യൻ ഉണ്ടല്ലോ, KP കുര്യൻ, പുള്ളി കാണിച്ചതായ പരിപാടികൾക്ക് നമ്മള് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തത് FIR-ഉം അതിന്റെ പത്രത്തിന്റെ കട്ടിങ്ങും എല്ലാമായിട്ട് എന്റെ പേരും ഉണ്ട്. എന്റെ പേരും അതിനകത്ത് ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. നമ്മൾ സ്റ്റേറ്റ് ഭാരവാഹികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽ നഷ്ടപ്പെടുത്തി റദ്ദാക്കി ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഇത്രയും വലിയ ക്രിമിനലുകളാണ് പാസ്റ്റർ എന്ന് പറഞ്ഞ് നടക്കുന്നതെങ്കിൽ ഈ സഭയുടെ ക്രെഡിബിലിറ്റി, അല്ലെ ഈ കൂട്ടായ്മയുടെ ക്രെഡിബിലിറ്റി എന്തോ? അതാ എല്ലാം പോയല്ലോ. ഇവൻ അവിടെ ഗുണ്ടയായിട്ട് വിലസുകയാണ്. ഇവൻ ആ വത്സന്റെ ഗുണ്ടയായിട്ട് വിലസുകയാണ്. വത്സനെ താങ്ങി ഇവന്മാരെ താങ്ങിയവനും ഇപ്പോളെ. പക്ഷെ വത്സനെ ദൈവം വീഴ്ചില്ലേ? ഇപ്പം വീഴ്ച സാറിന്റെ ചാനലിൽ സംസാരിച്ചു. ഇപ്പൊ ഞാനത് കേട്ടു. ഒരു പത്തനാപുരം മാത്തുക്കുട്ടി അവനെ കുറെ കാര്യങ്ങളൊക്കെ പക്ഷെ ഇവന്റെയൊക്കെ പുറത്ത് കുണ്ടി വൃഷ്ടം നക്കി നടക്കുന്നവനാ അവനൊക്കെ. എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ കൊള്ളാന്ന് പറയുന്നല്ലാതെ ഇവരൊന്നും ആർജിയനില്ല. ഇവനൊന്നും ശരിക്ക് അപ്പന് ജനിച്ച പവന്മാരൊന്നും അല്ല ഇവന്മാര്. ഇതിന്റെ ശബ്ദം കേട്ടപ്പോൾ സാറിനെ എന്ന് വിളിക്കണം. കോളഞ്ചേരിക്കാരൻ പറയുന്നുണ്ട് അതിനെ കുറച്ച് ശരിയാ. പുള്ളി ആ സണ്ണിക്കുര്യന്റെയും ബാബുച്ചെറിയാന്റെ ഒക്കെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല, കൃത്യമാ പറയുന്നത്. ആ പുള്ളി പറയുന്നതൊക്കെ കറക്റ്റാ. എത്ര വർഷമായി ഇപ്പം ഈ IPC-ല്? 40-ഓ? ഞാൻ പെന്തക്കോസ്തി വന്നിട്ട് 45 ഇതിൽ വന്നിട്ട് ഒരു 35 വർഷത്തോളമായി. ഇപ്പൊ ഈ ഒരു 5-6 വർഷമായി. പറയുന്ന പോലെ ഈ 5-6 വർഷമായിട്ട് ഇവന്മാര് അതുവരെ കുഴപ്പമില്ലായിരുന്നു, ഒരു നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് ഇത് മലിനസമായത്, കണ്ടമാനം. ഏതായിരുന്നാലും ഈ കുമ്പനാട് കൺവെൻഷനൊക്കെ വലിയ പ്രശ്നങ്ങളാകും. ഇപ്പൊ ഇതുവരെ കുമ്പനാട് കൺവെൻഷന്റെ സാധാരണ ഈ സമയത്ത് വലിയ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നില്ലേ? ഇപ്പൊ ഇതുവരെ തുടങ്ങി ഈ വർഷം ഇല്ലല്ലോ? അതിപ്പം തുടങ്ങി. അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും വിഷയങ്ങള് അത്ര ശരിയല്ല. ഇവർ എത്ര പറഞ്ഞാലും ഇവര് കേൾക്കത്തില്ല. മര്യാദയ്ക്ക് കാര്യങ്ങൾ വന്ന ഒരു നിരപ്പ് പ്രാപിച്ച് അവര് 2-3 കൺവെൻഷന് മുമ്പ് ഞങ്ങള് പറഞ്ഞു, ഈ കാര്യങ്ങൾ എന്ത് തന്നെ വന്നാലും ശരി ഒരു നിരപ്പ് പ്രാപിച്ച് പിള്ളേര് പറയുന്ന പോലെ അളിച്ചാൻ വിളിച്ചാൽ ഒന്നേന്ന് പറഞ്ഞ കാര്യങ്ങൾ തുടങ്ങി നന്നായിട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മൈതാനത്ത് കൂടിക്കൊണ്ട് ഒരു അനുരഞ്ജനത്തിന്റെ വട്ടമേശ കൂടുന്നതിന് ഒരു തടസ്സവുമില്ല. നമുക്ക് അത് കേരളത്തിൽ തന്നെ അതൊരു അംഗീകാരമാകും. ഒരു അഴിച്ചുപണിയും ഒരു ശുദ്ധീകരണവും ഒക്കെ നടത്തി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ആര് ചെവി കൊള്ളാനാണ്? കാരണം ഡോളറിന്റെ മുകളിൽ ഒന്നും നടക്കുകയല്ല. ഇഷ്ടം പോലെ കാശുകൾ ഇങ്ങനെ ഈ സായിപ്പന്മാര് പിള്ളേരെ ജോലി ചെയ്യുന്ന കാശുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇവരിങ്ങനെ ഒഴുകി ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിനകത്ത് ആരൊക്കെ പേടിക്കാനിരിക്കുന്നു? ഇപ്പൊ ഈ വത്സൻ എബ്രഹാമിന്റെ അവസ്ഥ എന്താ? പുള്ളിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് അതൊന്നും അത് ഒന്നും ശരിയായി വരത്തില്ല. ക്യാൻസർ ബാധിതനാണോ പുള്ളി? അതെ, പുള്ളിക്കാരന് ആണ്. നമ്മളിപ്പം അതിനകത്ത് ഒന്നും തന്നെ അറിയുന്നൊന്നുമില്ല. അറിയാനല്ല, ഈ പറഞ്ഞു കേട്ടൊക്കെയുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. കാലിഫോർണിയയിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഏതായിരുന്നാലും സംഗതി 100% കറക്റ്റാണ്. ഇതൊക്കെ ഈ ആത്മീയ കൊള്ളക്കാരന്മാർക്കുള്ള ഒരു ദൃഷ്ടാന്തമല്ലേ? ഇവനൊക്കെ എങ്ങനെ വിശ്വാസികളെ പറ്റിച്ചോ, തൈത്ത് മേടിച്ചും ദശാംശം മേടിച്ചും എല്ലാം ഇത് തിന്നാൻ അവസാനം യോഗം ഉണ്ടാകത്തില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഇതൊക്കെ? ഒരു സംശയമില്ല. ഇത് ലോകത്തിലുള്ളവർക്കും കേരളത്തിലുള്ളവർക്കും ഒരു മെസ്സേജാ. എല്ലാ വിഭാഗങ്ങൾക്കും, ഇത് IPC-ക്ക് മാത്രമല്ല എല്ലാ വിഭാഗങ്ങൾക്കും ഇതൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ എളുപ്പമാകേണ്ട കാലഘട്ടമാണ്. ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയാണ് കുടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ബാലൻസ് ചെയ്ത് ആത്മീയ ലോകത്തിൽ നിൽക്കുന്നു. നമ്മുടെ ഈ തീൻപുളപ്പും നമ്മുടെ ഈ ഗർവവും അഹങ്കാരവും
ഇതങ്ങ് മൂർച്ഛിച്ചിട്ട് ഒന്നും തൃപ്തിയല്ല. ദാമ്പത്യം തൃപ്തിയല്ല, മക്കള് തൃപ്തിയല്ല, ഭക്ഷണം തൃപ്തിയല്ല, കാറ് തൃപ്തിയല്ല. തൃപ്തിയില്ലെന്ന് വന്നു കഴിഞ്ഞാൽ അവൻ സാത്താന്റെ രൂപമായി കഴിഞ്ഞു. മനുഷ്യന് അച്ചടക്കവും തൃപ്തിയാണ് അതില്ലാതെ പോയി. ഇതിനകത്ത് വന്നവനൊക്കെ ദരിദ്രനായി വന്നവന്മാര്, ഇവരൊക്കെ ധനികന്മാരായി മാറി. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സംഭവിച്ചത്. പിന്നെ ഇതിന്റെ അകത്ത് കുറച്ച് പേരുണ്ട് ഇങ്ങനെ കൊള്ളാവുന്നവരും സമൂഹത്തില്. ഇപ്പം 4000-ഓളം പാസ്റ്റർമാർ തന്നെ ഈ കേരളത്തിലുണ്ട് IPCക്ക്. അപ്പം അത് നല്ല ഒരു കൂട്ടം സ്ട്രെങ്ത് ആണ്. വിശ്വാസികൾ കുറവെന്ന് പറഞ്ഞാലും മറ്റു പ്രവർത്തകർ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടായി എന്ന് പറഞ്ഞ പോലെ ബൈബിൾ എടുത്തവനെല്ലാം പാസ്റ്റർമാരായി. എല്ലാവരും പാട്ടന്മാരായി. ഇങ്ങനെ കൊണ്ടാണ് ഇതൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ പോലെ ഇതങ്ങ് പോകും. അല്ലെ, കുടിൽ വ്യവസായമല്ലേ ഇന്ന്, പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റും വേണ്ടല്ലോ. കുടിൽ വ്യവസായമാണ് ഇതിന്റെ മറ്റൊരു പതിപ്പാണ് വടക്കേ ഇന്ത്യ. വടക്കേ ഇന്ത്യ നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ 5 അടുക്കത്ത് അടുപ്പിക്കുകയല്ല. കാരണം അവരുടെ കഞ്ഞിക്കകത്ത് പാറ്റ ചാടുമെന്നും പറഞ്ഞു. ഒരു നേരത്തെ ആഹാരം പോലും കൂടെ വടക്കേ ഇന്ത്യക്ക് വായോ. ഞാൻ പറഞ്ഞിവിടെ മോദിയെ 3-ാമത്തെ വർഷവും മൂന്നാം ടൈമിലും മോദി വരും. നിന്നെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യാതെ നീയൊന്നും പാഠം പഠിക്കുക. ഞാന് BJPയുടെ ആളൊന്നുമല്ല. പക്ഷേ ഞാൻ മൊത്തം അനലൈസൈസ് ചെയ്യുന്ന ആളാണ്. ഞാൻ പറഞ്ഞു 3-ാമത്തെ പ്രാവശ്യം വരും, നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ വരുന്നെന്ന് പറഞ്ഞു. നിന്നെയൊക്കെ പാഠം പഠിപ്പിക്കണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സാറിന് അറിയാൻ പാടാത്ത ഒത്തിരി കാര്യമൊക്കെ എനിക്കറിയാം. ഭയങ്കരമായിട്ട് വെളിപ്പെടുത്തുക. ഇത് പൊതുജനങ്ങൾ അറിയട്ടെ. നമ്മളെന്താ ഇതൊക്കെ ഈ ഗൂഢമായതും മൂടി വെച്ചതും ഒക്കെ പുറത്തു വരേണ്ട സമയമായില്ലേ? തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് ഇത് വെളിവാകണം. ഇതിനകത്ത് എന്തോ ഈ പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചോളം ഇതിനകത്തൊക്കെ എന്തോ ആത്മീയതയുണ്ട്. ഇതാണ് ക്രിസ്തുവിലേക്കുള്ള മാർഗം എന്നും പറഞ്ഞ് ഈയാപ്പാറ്റ പോലെ ഇവന്മാരുടെ ചട്ടയിൽ ചെന്ന് അവരറിയാതെ വീഴുകയല്ലേ. അതായത് ഇത് കുറെ പെൺപടകൾ ഉണ്ടെന്നേ. ഇത് ഫൂളിഷ്, വെറും ഫൂളിഷ്. അതുപോലെ തന്നെ കുറെ ആണുങ്ങളുണ്ട്. ഇവന്മാര് എന്നാ പറഞ്ഞാലും ഓയ് എന്നും പറഞ്ഞ് ബഹളം വെച്ച്. കാരണം അതുങ്ങൾക്ക് ഇതാണ് ഈ തലവേദന, പനി, കുടലിന് വേദന, മാനസിക രോഗത്തിന്റെ പതിപ്പ്. ഇതൊന്നും ശരിയായ ശാരീരിക പ്രശ്നങ്ങൾ, ഇതെല്ലാം മാനസിക രോഗത്തിൽ നിന്നുണ്ടായി ഇവർക്കൊരു തരം ഹിസ്റ്റീരിയ ബാധിച്ച ഒരു മാനസിക രോഗത്തിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഇതിന് സത്യം പറഞ്ഞാൽ ആവശ്യം. ഇത് ശാരീരികമായ പ്രശ്നമല്ല, ഇത് മാനസികമായ രോഗികളാണ് ഈ ഇവന്മാരുടെ അടുത്തേക്ക് പോകുന്നവരല്ല. എന്നിട്ട് ഇവന്മാര് ആൾദൈവങ്ങളാകുകയാണ്. ആൾദൈവങ്ങളായി ഇവന്മാര് ബ്യൂട്ടി പാർലറിൽ പോയി ഇവന്മാര് വന്ന് കസർത്തിട്ട് ഒരുമാതിരി സൗണ്ടോ ഒരുമാതിരിയുള്ള ഏർപ്പാടുകളൊക്കെ നടത്തി ഈ കുൽസിത നയം എവിടുന്ന് കിട്ടിയെന്നാ ഓർക്കുന്നത്. ഭയങ്കരമായ നയങ്ങളും രീതികളും സംവിധാനങ്ങളും. പിന്നെ കുറെ ലൈറ്റ് അറേഞ്ച്മെന്റും ഒരു കീബോർഡിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഇവന്മാർക്ക് ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല. അതങ്ങനെ. പിന്നെ വേറൊരു പാർട്ടികൾ ഇങ്ങനെ ഊരിയിട്ട് നടക്കുകയാണ്. അത് IPC അങ്ങനെ കുറച്ച്. പിന്നെയും പോയിട്ട് ഞാനിപ്പം കുറച്ചുകൂടെ ഈ TPO പിന്നെയും കൊള്ളാന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം നമ്മൾ അതിനോട് എതിരായിരുന്നു. അവർ വിവാഹം കഴിക്കാതെ ഒക്കെ നിൽക്കുന്നു. ഒത്തിരിയൊക്കെ ഞാൻ അതിനെതിരെ. എന്നാലും ഇപ്പം നോക്കുമ്പോ തൊമ്മൻ തന്നെ അവർ അച്ചടക്കത്തോടെ ഇങ്ങനെ പോവുക. ഒരുപാട് കാര്യങ്ങൾ കാണും, എന്തോ ആയിക്കോട്ടെ. അവര് പിന്നെ അവരുടേതായ രീതിയില് മാഗസിന്റെ പുറത്തോട്ടൊന്നും പത്രവും ഇല്ല, അവർ ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇതൊക്കെ എവിടെ ചെന്ന് തീരുമെന്ന് എനിക്കറിയത്തില്ല. ഒരു സമൂലമായ മാറ്റം വരുവച്ചായ ഇതിനൊക്കെ മാറ്റം വരും. ഇത് ജനങ്ങൾ തിരിച്ചറിയും. ഇവന്മാരെ എല്ലാം ചൂലുംകെട്ട് എടുത്ത് ഓടിക്കുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞു. തട്ടുകെട്ടിയുള്ള പരിപാടിയുമായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും വിശ്വാസി സമൂഹം, പൊതുജനം ഇവന്മാരെ അടിക്കും. ഞാനൊക്കെ ഇതിൻ്റെ അകത്ത് ചെറുപ്പത്തിൽ 22 വയസ്സിൽ വന്ന് വസ്തുവും വിറ്റ് ഇതിനകത്ത് കിടന്ന് ഹോളുകളും പണിത് കെട്ടിടവും പണിത് ഉണക്കമീനും ചുട്ട് തിന്ന് ഒക്കെ വളർന്നവനാ ഈ പിള്ളേരെ വളർത്തിയെടുത്തത്. അതിനൊക്കെ പഠിക്കാറായപ്പം നമ്മുടെ എല്ലാ വഴികളും അടച്ച് ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മളെ പുറത്ത് കൊണ്ടുവന്ന് എല്ലാ വഴികളും അടച്ച് കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യത്തക്ക വിധത്തിലുള്ള സ്ഥിതിയിലാണ് ഇവന്മാര് കൊണ്ട് ആക്കുന്നത്. ദൈവത്തിന്റെ കൃപ കൊണ്ട് എങ്ങനെയാന്ന് അറിയത്തില്ല, ചത്തുകെട്ട് പോയില്ല. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.